ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റോബർട്ട് ബേൺസിൻ്റെ റെഡ് റെഡ് റോസ് പറഞ്ഞിട്ടുള്ള പോയാണ്. HSST സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പോയാണിത്. അപ്പോൾ പോയത്തിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പ് നമുക്ക് റോബർട്ട് ബേൺസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റോബർട്ട് ബേൺസ് ഒരു സ്കോട്ടിഷ് പോയറ്റായിരുന്നു. അദ്ദേഹം ജനിച്ചത് സ്കോട്ട്ലൻഡിലെ അയർഷയർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ദ ബാർഡ് ഓഫ് അയർഷയർ എന്ന് അറിയപ്പെടുന്നുണ്ട്. സ്കോട്ട്ലൻഡ്സ് ബാർഡ് എന്നും ദ നാഷണൽ പോയറ്റ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആര് തന്നെയാണ്? റോബർട്ട് ബേൺസ് തന്നെയാണ്. റാബി ബേൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നിക് നെയിം കൂടി ആർക്കുണ്ട്? റോബർട്ട് ബേൺസിന് ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ ലേറ്റ് 18th സെഞ്ച്വറിയിൽപ്പെട്ട ആളാണ് ആര്? റോബർട്ട് ബേൺസ്. നമുക്കറിയാം 18th സെഞ്ച്വറി പോയട്രി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ റാഷണൽ ആൻഡ് ഇൻ്റലക്ച്വൽ ആയിരുന്നു. അതേസമയം ലേറ്റ് 18th സെഞ്ച്വറിയിലേക്ക് എൻഡ് ഓഫ് ദ 18th സെഞ്ച്വറിയൊക്കെ ആകുമ്പോഴേക്കും ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും. അതായത് നേച്ചർ എന്നുള്ള എലിമെൻറ്റ് പോയട്രിയിലേക്ക് കടന്നു വരുന്നുണ്ട്. മാത്രമല്ല പോയറ്റിൻ്റെ തന്നെ സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ഫീലിങ്സിന് എംഫസിസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റോബർട്ട് ബേൺസിൻ്റെ പോയട്രിയിൽ നമുക്ക് കാണാം. ലവ്, നേച്ചർ, ഇതൊക്കെ സോഷ്യൽ ഇൻഈക്വാലിറ്റി, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ തീംസായിട്ട് വരുന്നുണ്ട്. അപ്പോൾ റോബർട്ട് ബേൺസിന് പയനിയർ ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, കീറ്റ്സ് പോലുള്ള റൊമാൻറ്റിക് പോയറ്റ്സിന് ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു ആര്? റോബർട്ട് ബേൺസ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് റൂറൽ ലൈഫായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഫസ്റ്റ് പോയംസ് എന്നൊക്കെ പറയുന്നത് സോങ് ഫോമിലായിരുന്നു. സ്കോട്ടിഷ് ട്യൂൺസിനനുസരിച്ചിട്ടുള്ള സോങ് ഫോമിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയംസൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഫസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് പോയംസ് ചീഫ്ലി ഇൻ ദ സ്കോട്ടിഷ് ഡയലക്റ്റ്. അതായത് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1786 ഇതിനെ കിൽമർനോക്ക് വോളിയം എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഓർക്കുക, കിൽമർനോക്ക് വോളിയം എന്നറിയപ്പെടുന്നത് റോബർട്ട് ബേൺസിൻ്റെ പോയംസ് ചീഫ്ലി ഇൻ ദ സ്കോട്ടിഷ് ഡയലക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇതിൽ സ്കോട്ട്സ് പോയംസിൻ്റെ, ഇംഗ്ലീഷ് പോയംസിൻ്റെ, പിന്നെ വേഴ്സ് ലെറ്റേഴ്സിൻ്റെ, അദ്ദേഹം തൻ്റെ ഫ്രണ്ട്സിനായിട്ട് എഴുതിയിട്ടുള്ള വേഴ്സ് ലെറ്റേഴ്സ് കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ് കിൽമർനോക്ക് വോളിയം എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വർക്കാണ് ഫോക്ക് ലെജൻഡിനെ ബേസ് ചെയ്തിട്ടുള്ള ടാം ഓഫ് ഷാൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്, ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും റോബർട്ട് ബേൺസിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സ്കോട്ടിഷ് പോയറ്റ് ആയിരുന്നു. പിന്നെ ബാർഡ് ഓഫ് അയർഷയർ എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ ലേറ്റ് 18th സെഞ്ച്വറിയിൽപ്പെട്ട ആളാണ്. പിന്നെ പോയംസിൽ തീംസായിട്ട് വരുന്നത് ലവ്, നേച്ചർ, സോഷ്യൽ ഇൻഈക്വാലിറ്റി, ഇതൊക്കെയാണ്. പിന്നെ പയനിയർ ഓഫ് ദ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് എന്നറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വർക്കാണ് കിൽമർനോക്ക് വോളിയം എന്നുള്ളത്. ടാം ഓഫ് ഷാൻറ്റർ എന്നുള്ളത് ഓർത്തിരിക്കുക. റോബർട്ട് ബേൺസിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി എ റെഡ് റെഡ് റോസ് എന്നുള്ള പോയത്തിലേക്ക് കടക്കാം. പോയം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1794 ഇതിൻ്റെ ഫോം എന്ന് പറയുന്നത് ബാലഡ് ഫോമാണ്. ബാലഡ് എന്ന് പറയുമ്പോൾ പാട്ടിൻ്റെ രൂപത്തിലുള്ള, പാടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫോമിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ പോയത്തിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ 4 സ്റ്റാൻസയാണുള്ളത്. ഓരോ സ്റ്റാൻസയിലും 4 ലൈൻസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു ടൈറ്റിലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റെഡ് റോസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റെഡ് റോസ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രണയവുമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹ്യൂമൻ ഫീലിംഗ് ആണിത് പ്രണയം. അപ്പോൾ അതുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സിംബലാണ് റെഡ് റോസ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു സിമ്പിൾ ഉപയോഗിക്കുന്നത് വഴി റോബർട്ട് ബേൺസ് എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിന് തൻ്റെ ബിലവഡിനോടുള്ള പ്രണയം അത് എത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ്, എത്രത്തോളം ഇൻറ്റൻസ് ആണ് എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോയത്തിൻ്റെ വരികളിൽ കൂടെ നമുക്കൊന്ന് കടന്നു പോകാം. Oh, my love is like a red, red rose that's newly sprung in June. അപ്പോൾ ഇതാണ് പോയത്തിൻ്റെ ആദ്യ വരികൾ എന്ന് പറയുന്നത്.
റോബർട്ട് ബൺസിൻ്റെ പോയംസിൽ നിന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വരികളാണിത്. ഓ മൈ ലവ് ഇസ് ലൈക്ക് എ റെഡ് റെഡ് റോസ്. തൻ്റെ പ്രണയത്തെ അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത് ഏതുമായിട്ടാണ്? റെഡ് റോസുമായിട്ട്, ചുവന്ന റോസാപ്പൂവ്. ജൂൺ മാസത്തിൽ എന്താണ് വിടർന്ന് നിൽക്കുന്ന ചുവന്ന റോസാപ്പൂവിനോടാണ് അദ്ദേഹം കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്? സിമിലിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ? പ്രണയത്തെ റെഡ് റോസുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. ഓ മൈ ലവ് ഇസ് ലൈക്ക് ദ മെലഡി ദാറ്റ് സ്വീറ്റ്ലി പ്ലേഡ് ഇൻ ട്യൂൺ. അടുത്ത വരികളാണ്. ഇവിടെ എന്താണ് അദ്ദേഹം പ്രണയത്തെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഒരു മെലഡിയുമായിട്ടാണ്, മെലഡി സ്വീറ്റ് മ്യൂസിക്കുമായിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വരിയിൽ നോക്കുകയാണെങ്കിൽ ഒരു വിഷ്വൽ ഇമേജറിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്ത വരികളിലേക്ക് വരുമ്പോഴേക്കും എന്താണ് അതൊരു ഓഡിറ്ററി ഇമേജറി ആയിട്ട് മാറുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റാൻസിൽ ഇത്രയും കാര്യം അദ്ദേഹം പറയുന്നുള്ളൂ. ഒന്ന്, പ്രണയത്തെ റെഡ് റോസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. റോസ് എന്ന് പറയുന്നത് ലവ്, ബ്യൂട്ടി, പാഷൻ ഇതിൻ്റെയൊക്കെ ഒരു സിമ്പിളാണ്. പിന്നീട് പ്രണയത്തെ എന്താണ് മെലഡിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റാൻസ് നോക്കാം. So fair art thou, my bonny lass, so deep in love am I. അദ്ദേഹം എന്താണ് തൻ്റെ ബിലവ്ഡിനെ വിളിക്കുകയാണെന്ത്? സോ ഫെയർ ആർ ദൗ മൈ ബോണി ലാസ്. മൈ ബോണി എന്ന് വെച്ചാൽ സ്കോട്ടിഷ് നെയിമാണ്. ഉദ്ദേശിക്കുന്നത് പ്രെറ്റി എന്നാണ്. ലാസ് എന്നുള്ളത് സ്കോട്ടിഷ് ഇംഗ്ലീഷ് തന്നെയാണ്. യങ് വുമൺ അല്ലെങ്കിൽ ഗേൾ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പോയിട്ട് പറയാണ് ബിലവ്ഡ് എന്താണ് അത്ര ഏറെ എന്താണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ബിലവ്ഡ് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണോ അത്രത്തോളം എന്താണ് ഡീപ്പാണ്, അത്രത്തോളം ബ്യൂട്ടിഫുള്ളാണ് അദ്ദേഹത്തിൻ്റെ പ്രണയവും എന്ന് പറയുന്നു. ആൻഡ് ഐ വിൽ ലവ് ദീ സ്റ്റിൽ മൈ ഡിയർ ടിൽ ഓൾ ദ സീസ് ഗാങ് ഡ്രൈ. ഗാങ് മീൻസ് ഗോ എന്നാണ്. ആൻഡ് ഐ വിൽ ലവ് ദീ സ്റ്റിൽ മൈ ഡിയർ ടിൽ ഓൾ ദ സീസ് ഗാങ് ഡ്രൈ. അദ്ദേഹം പറയാണ് പോയറ്റിന് ബിലവ്ഡിനോടുള്ള പ്രണയം എപ്പോൾ വരെ നിലനിൽക്കുന്നതാണ് പറയുന്നത്? ടിൽ ഓൾ ദ സീസ് ഗാങ് ഡ്രൈ. കടലുകളൊക്കെ എന്താണ് വറ്റി ഇല്ലാതാവുന്നത് വരേക്കും. എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താണ് കടലുകൾ എപ്പോഴും എന്താണ് ഒരിക്കലും വറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രണയം എന്താണ് എന്നും നിലനിൽക്കുന്നതായിരിക്കും, അത് ഇറ്റേണൽ ആയിരിക്കും എന്നാണ് ആര് പറയുന്നത്? റോബർട്ട് ബേൺസ് പറയുന്നത്. ഇനി അടുത്ത സ്റ്റാൻസ് നോക്കാം. Till all the seas gang dry, my dear, and the rocks melt with the sun. വീണ്ടും എന്താണ് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റേഷനാണ് വരുന്നത്. ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ആൻഡ് ദ റോക്സ് മെൽറ്റ് വിത്ത് ദ സൺ. സൂര്യനാൽ എന്താണ് റോക്സ് മെൽറ്റ് ആകുന്നത് വരേക്കും അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രണയം നിലനിൽക്കും. എന്ന് വെച്ചാൽ എന്താണ് സൂര്യനാൽ റോക്സ് മെൽറ്റ് ആകുന്നുണ്ടോ? ഒരിക്കലും തന്നെ എന്താണ് മെൽറ്റ് ആകുന്നില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രണയം എന്താണ് ഇറ്റേണൽ ആയിരിക്കും, ഇന്നും നിലനിൽക്കുന്നതായിരിക്കും എന്നാണ് റോബർട്ട് ബേൺസ് പറയുന്നത്. ഐ വിൽ ലവ് ദീ സ്റ്റിൽ മൈ ഡിയർ വൈൽ ദ സാൻഡ്സ് ഓഫ് ലൈഫ് ഷാൽ റൺ. വീണ്ടും പറയണം അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് ജീവനുള്ളിടത്തോളം കാലം തൻ്റെ പ്രണയവും നിലനിൽക്കുന്നാണ് പറയുന്നത്. ഇനി ലാസ്റ്റ് സ്റ്റാൻസ് നോക്കാം. And fare thee well, my only love, and fare thee well a while. And I will come again, my love, though it were 10,000 miles. അപ്പോൾ അവസാനത്തെ സ്റ്റാൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അദ്ദേഹം ഒരു ഫെയർവെല്ലിന് തയ്യാറെടുത്ത് നിൽക്കുന്നതായിട്ടാണ്. അദ്ദേഹം പറയുന്നു എത്ര തന്നെ ദൂരേക്ക് പോയാലും 10,000 മൈൽ അകലെ പോയാലും എന്താണ് ഞാൻ നിന്നിലേക്ക് തന്നെ ബിലവ്ഡിലേക്ക് തന്നെ തിരിച്ചെത്തും എന്നൊരു പ്രോമിസാണ് ഇദ്ദേഹം ഇവിടെ നൽകുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പ്രണയം എന്താണ് അത്രയും ഡീപ്പാണ്. ബിലവ്ഡിനെ എന്താണ് ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ ഇദ്ദേഹത്തിന് കഴിയില്ല. അപ്പം ഈ ഒരു അവസാനത്തെ വരികൾ കഴിഞ്ഞ HSST എക്സാമിന് ചോദിച്ചതായിരുന്നു. ഈ വരികൾ തന്നിട്ട് ഇത് ഏത് പോയത്തിൽ നിന്ന് എടുത്തതാണ് എന്നതായിരുന്നു ചോദ്യം. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു സിമിലി വരുന്നുണ്ട്. ലൈക്ക് എ റെഡ് റെഡ് റോസ് എന്നും ലൈക്ക് എ മെലഡി എന്നൊക്കെ പറയുന്നത് എന്താണ് സിമിലിയാണ്. പിന്നീട് ഉള്ള സ്റ്റാൻസയിലൊക്കെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഓൾ ദ സീസ് ഗാങ് ഡ്രൈ, പിന്നെ എന്താ റോക്സ് മെൽറ്റ് വിത്ത് ദ സൺ. ഇവിടെയൊക്കെ എന്താണ് ഹൈപ്പർബോലയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്.
പിന്നെ ഇതിൽ വരുന്ന എന്താണ്, സിംബലിസം മെയിനായിട്ട് വരുന്നുണ്ട്. റോസ് എന്നുള്ളത് സിമ്പിളാണ്, ലവിൻ്റെ ബ്യൂട്ടിൻ്റെ ഒക്കെ സിമ്പിളാണെന്ന് നമുക്കറിയാം. അലിട്രേഷൻ വരുന്നുണ്ട്. ആർ എന്നുള്ള സൗണ്ട്, റെഡ് റോസ് എന്ന് ആറ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെ അലിട്രേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും റെഡ് റോസ് എന്നുള്ള പോയത്തിനെ കുറിച്ചിട്ട് അറിയാനുള്ളത്. സിമ്പിളായ പോയാണ്, വളരെ ഷോർട്ടാണ്. ഓരോ ലൈൻസും നമ്മൾ അറിഞ്ഞിരിക്കുക, അർത്ഥം മനസ്സിലാക്കിയിരിക്കുക. പോയ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.